ഹലോ, ഞാൻ നിങ്ങളുടെ ആയാന. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നൊരു പുതിയ കഥയായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ കഥ പറയുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. നമ്മുടെ ടെലിഗ്രൂപ്പിൻ്റെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ. അവിടെ വരാത്ത എല്ലാവരും അങ്ങോട്ട് വന്നോളൂ കേട്ടോ. നമുക്ക് കഥയൊക്കെ കേട്ടിട്ട് ഹാപ്പി ആയിട്ടങ്ങ് പോവാന്നേ. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലിയും പറയാം കേട്ടോ. അഭിപ്രായങ്ങൾ, കഥകൾ, അതൊക്കെ. അപ്പം പിന്നെ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് അങ്ങ് പോയാലോ. പൊടിമണ്ണ് പറത്തി റോഡിലൂടെ മെല്ലെ ചലിക്കുന്ന മാരുതി 800-ൻ്റെ പിൻ സീറ്റിലിരുന്ന് ഞാൻ പുറത്തേക്ക് കണ്ണടിച്ചു. പച്ച കരിമ്പടം പുറച്ചു കിടക്കുന്ന നെൽവയലുകൾ കാറിൻ്റെ പ്രഹരമേറ്റ് ചുവട് വയ്ക്കുന്നു. അവർ അറിയുന്നുണ്ടോ ഈ ചുവട് വയ്പ്പും സന്തോഷവും കൊയ്ത്തുകാലം വരെ മാത്രമാണെന്ന്? ഒന്നോർത്താൽ 1 മാസം മുമ്പ് വരെ ഞാൻ എന്ത് സന്തോഷത്തിലായിരുന്നു. അമ്മയും ഞാനും മാത്രമുള്ള വീട്, ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് വാങ്ങിത്തന്ന് എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച എൻ്റെ അമ്മ, എൻ്റെ ജീവിതത്തിലെ സൂര്യൻ, അത് അസ്തമിച്ചിട്ട് ഇന്ന് 1 മാസമായി. ഈ 20 വയസ്സിൽ തന്നെ ഞാൻ അനാഥനായിരിക്കുന്നു. അല്ല എന്നാര് പറഞ്ഞാലും എൻ്റെ മനസ്സത് സമ്മതിച്ചു കൊടുക്കില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ മാത്രമേ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ളൂ. എൻ്റെ മുന്നിലായി കാറിലിരിക്കുന്ന മനുഷ്യനെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. അമ്മ പറഞ്ഞു തന്ന കഥകളിൽ അയാൾക്കൊരു വില്ലൻ പരിവേഷമൊന്നുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ അയാളൊരു വില്ലൻ തന്നെയായിരുന്നു. എൻ്റെ അമ്മയെ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ച മനുഷ്യൻ. അമ്മയുടെ സ്വപ്നങ്ങൾക്കെല്ലാം നിഴൽ വീഴ്ത്തിയ വ്യക്തി. അമ്മയുടെ തറവാടും അത്യാവശ്യം പേരേട്ട തറവാട് തന്നെയായിരുന്നു. മമ്പഴശ്ശേരി. അവിടുത്തെ ഉണ്ണികൃഷ്ണൻ്റെയും മാലതിയുടെയും ഒരേ ഒരു മകൾ. അമ്മയുടെ ഒരു ആഗ്രഹത്തിനും അമ്മാച്ചനും അമ്മാമ്മയും എതിര് നിന്നിട്ടില്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞും അമ്മയെ പഠിപ്പിച്ചോളാം എന്ന വാക്കിൻ്റെ പുറത്താണ് ഒരകന്ന ബന്ധു വഴി വന്ന് അച്ഛൻ്റെ വിവാഹാലോചനയ്ക്ക് അവർ സമ്മതം മൂളിയതും. അച്ഛൻ്റെ തറവാടും പ്രസിദ്ധമായിരുന്നു, ചിറ്റില്ലം. അവിടെ ചെന്ന് കയറി എൻ്റെ അമ്മയുടെ ജീവിതം എല്ലാവരും കൂടെ ചേർന്ന് ദുഃഖപൂർണ്ണമാക്കി മാറ്റി. അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം ആ 4 കെട്ടിനുള്ളിൽ ഒതുങ്ങി. ഞാൻ ജനിച്ചതിൽ പിന്നെ അമ്മ സമയം ചിലവഴിച്ചത് മുഴുവനും എനിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അച്ഛമ്മയുടെയും നാത്തുമാരുടെയും പോര് സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് എന്നെ എടുത്ത് അമ്മ ഇറങ്ങിയത്. വിവാഹമോചനത്തിൻ്റെ സമയത്തും എന്നെ കിട്ടാൻ അച്ഛൻ കുറേ കേസ് കളിച്ചു. അതൊന്നും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. ഞാൻ മാത്രമായിരുന്നു ഈ തലമുറയിൽ തറവാട്ടിൽ ആന്തരിയായിട്ടുള്ളത്. അച്ഛൻ പിന്നെയും വിവാഹം ചെയ്തെങ്കിലും ആ ബന്ധത്തിൽ പിള്ളേരൊന്നും ഉണ്ടായില്ല. ഞാൻ കാറിൻ്റെ വാതായനത്തിൽ തലയും ചായച്ച് മുറിച്ചിരിക്കുന്ന അച്ഛൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. വർഷങ്ങൾ കേസ് കളിച്ചിട്ട് കിട്ടാതിരുന്ന എന്നെ അമ്മയുടെ മരണത്തിലൂടെ കിട്ടി എന്നൊരു തോന്നൽ കാണുമോ അയാൾക്ക്? നരകേറിയ മീശയ്ക്കും താടിക്കുമിടയിൽ ഒരു മന്ദഹാസം അയാൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? മരണക്കിടക്കിൽ വെച്ച് അമ്മയ്ക്ക് കൊടുക്കേണ്ടി വന്നൊരു വാക്ക് ഓർത്ത് മാത്രം ഞാൻ ഇവർ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നത്. അച്ഛൻ വന്ന് വിളിച്ചാൽ നീ കൂടെ പോകണം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ഒറ്റയ്ക്കായി പോവും. അങ്ങനെ വന്നാൽ അവയ്ക്ക് ഒരിക്കലും മോക്ഷം കിട്ടില്ല എന്ന അമ്മയുടെ വാക്കുകൾ ഓർത്ത എൻ്റെ അമ്മയെ ദ്രോഹിച്ച് ആ തറവാട്ടിലേക്ക് ഞാൻ പോകുന്നത്. ചിറ്റില്ലത്തിൽ ഇപ്പോഴും പെൺഭരണാണെന്ന് അമ്മ കളി പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് എന്നെ ഭരിക്കാനും വല്ലതും വന്നാൽ വിവരം അറിയുന്നു ഞാൻ മനസ്സിലുറപ്പിച്ചു. ശ്രീ ഉറങ്ങിയോ? വണ്ടി ഓടിക്കുന്ന ആൾ എന്നോട് ചോദിച്ചു. ഇല്ല എന്ന് ഞാൻ മറുപടി കൊടുത്തു. മോൻ അടുത്ത് കാണൂല്ലേ? നമ്മൾ എത്താറായി. ചെന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് മുങ്ങിക്കുളിച്ചാൽ ക്ഷീണമൊക്കെ മാറും. അച്ഛൻ തല പുറകോട്ട് തിരിച്ച് പറഞ്ഞു. ഞാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. മുങ്ങിക്കുളിയൊന്നും ശ്രീക്ക് ശീലമല്ലല്ലോ ഏട്ടാ. അവന് കുളിക്കാനുള്ള വെള്ളം ഞാൻ ചൂടാക്കി കൊടുത്തോളാം. എൻ്റെ അടുത്തുനിന്ന് സ്ത്രീ പറഞ്ഞിട്ട് എന്നെ നോക്കിയൊരു ചിരി നോക്കി. ഒരു നീല കോട്ടൺ ഷർട്ടും നീലക്കരയുള്ള വെള്ള പൊട്ടുക അച്ഛൻ്റെ വേഷം. താടിയും മുടിയും പൂർണ്ണമായിട്ട് നരച്ചിട്ടുണ്ട്. ചുളിഞ്ഞു തുടങ്ങി നെറ്റിയിൽ ചന്ദനക്കുറിയും കയ്യിലൊരു പഴയ വാച്ചുണ്ട്. എൻ്റെ അത്ര തന്നെ ഉയരമുണ്ടെങ്കിലും എൻ്റെ മേലിഞ്ഞിട്ടാണ് ആൾ. അമ്മ കാണിച്ചു തന്നിട്ടുള്ള പടത്തിലേക്കാളും നല്ല പോലെ മെലിഞ്ഞ കോലം. എന്നെക്കാൾ നിറേണ്ടെന്ന് തോന്നി. അമ്മയ്ക്ക് നിറം കുറവായിരുന്നു.
എനിക്ക് അച്ഛൻ്റെ നിറാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. വണ്ടി ഓടിക്കുന്നത് അച്ഛൻ്റെ അനിയത്തി ശോഭനയുടെ കെട്ടിയനാണെന്ന് തോന്നുന്നു. ബാലനെന്ന് അച്ഛൻ വിളിക്കുന്നത് കേട്ടു. അയാൾ തിരിച്ച് വല്യളിയായിരുന്നു. പുള്ളി ഒരു കറുപ്പ് ഷർട്ടും വെള്ള മുണ്ടും ധരിച്ചിരിക്കുന്നത്. തോളിൽ ഒരു വെള്ള തോർത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. ഇടയ്ക്ക് അതെടുത്ത് മുഖത്തിലെയും വണ്ടിയുടെ സീറ്റിങ്ങിനെയും വേർപ്പൊക്കെ തുടച്ച് കളയുന്നുണ്ട്. കയ്യിലൊരു കറുത്ത ചരടും കാലിൽ നീല വള്ളിയുള്ളൊരു വള്ളിച്ചെരുപ്പും. മുടിയിൽ ചെറുതായിട്ടൊക്കെ നര വന്ന് തുടങ്ങി. മേൽ ചുണ്ട് മൂടിക്കിടക്കുന്ന മീശയിൽ ചവച്ചുകൊണ്ടിരിക്കുന്ന വെറ്റില മുറുക്കാൻ്റെ അച്ചുവന്ന നീര് പറ്റി പിടിച്ചിരിക്കുന്നു. താടിരോമൊക്കെ വടിച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ഒത്ത വണ്ണുണ്ട് ആൾക്ക്. ഒരൽപ്പം കുറവെങ്കിലും സാധാരണ ഒരാൾക്ക് അടിച്ചു തോൽപ്പിക്കാൻ പറ്റില്ല എന്നുറപ്പ്. എൻ്റെ വലത്ത് വശത്തായിരിക്കുന്നത് അച്ഛൻ്റെ രണ്ടാം ഭാര്യയാണെന്ന് ഞാൻ നേരത്തെ തന്നെ ഊഹിച്ച് മനസ്സിലാക്കിയിരുന്നു. ഞാൻ 3-ലോ 4-ലോ പഠിക്കുമ്പോഴാണ് അച്ഛൻ വീണ്ടും വിവാഹം കഴിക്കുന്നത്. സ്കൂൾ വിട്ട് വീട്ടിലന്ന് വന്ന് ഞാൻ കാണുന്നത് അടുക്കള വാതിൽപ്പടിയിരുന്ന് കരയുന്ന അമ്മയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മ കരയുന്നതെന്ന്. എൻ്റെ കൈ പിടിച്ച് അമ്മയുടെ ചുണ്ടിനോട് ചേർത്തിട്ട് പറഞ്ഞു, നിൻ്റെ അച്ഛൻ വീണ്ടും കെട്ടിയെന്ന്. അന്ന് അതിനെക്കുറിച്ച് അധികമൊന്നും അറിയില്ലെങ്കിലും അമ്മ കരയുന്നത് കൊണ്ട് ഞാൻ കുറേ നേരം അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പിന്നെ അറിയാൻ സാധിച്ചു, കല്യാണത്തിനെന്ന് ചോദിച്ച സ്ത്രീധനം നൽകാൻ കഴിയാതെ കല്യാണം മുടങ്ങിയൊരു സ്ത്രീയെ അച്ഛൻ കല്യാണം കഴിക്കുകയായിരുന്നു എന്ന്. എനിക്ക് സ്ത്രീയോട് വിരോധമൊന്നും തോന്നിയിട്ടില്ല. ജീവിത സാഹചര്യം കാരണം തന്നെക്കാൾ 10-15 വയസ്സ് മൂത്തൊരു രണ്ടാം കെട്ടുകാരുടെ ഭാര്യയാവേണ്ടി വന്ന ഇവരോട് എനിക്കെതിനാ വിരോധം അല്ലേ? അച്ഛനോടായിരുന്നു എനിക്ക് പുച്ഛം. സാഹചര്യം മുതലെടുത്ത് ഇവരെ കെട്ടിയതിന്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? ഞാൻ അവരെ ഒന്ന് നോക്കി. അച്ഛനേക്കാൾ വെള്ള നിറം. വെള്ളം എന്ന് പറഞ്ഞാൽ പോരാ, നല്ല തൂവെള്ള പാലൊരു നുള്ളു കുങ്കുമം ചേർത്താൽ കിട്ടുന്ന നിറം. പക്ഷേ അവരെ വ്യത്യസ്തയാക്കുന്നത് അവരുടെ കണ്ണിലെ ആ മഹോഗണി തടിയുടെ നിറമുള്ള കൃഷ്ണമണികളായിരുന്നു. അമ്മ എൻ്റെ അടുത്ത് ചൂടായിരിക്കുമ്പോൾ ഒരു കാപ്പി വെള്ളം ഇട്ട് തരാൻ പറഞ്ഞാൽ പോയി നിൻ്റെ അച്ഛൻ്റെ മറ്റേ പൂച്ചക്കണ്ണോട് ചോദിക്കാൻ പറയുന്നതിൻ്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എങ്കിലും അമ്മ ഈ കാര്യമൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന് ഓർത്ത് ഞാൻ ചിരിച്ചുപോയി. നോക്കി ചിരിക്കുന്നത് കണ്ട് ആ സ്ത്രീ തല തിരിച്ചിട്ട് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി അധികം ദൂരമല്ല, വീടെത്താറായെന്ന്. ഞാൻ തലയാട്ടി മറുപടി നൽകി. ആ സ്ത്രീയെയും അച്ഛനെയും ഒരുമിച്ച് കണ്ടാൽ അച്ഛനും മകളാണെന്ന് ആര് വിചാരിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല. ഇവരുടെ നീണ്ടു നിവർന്നെടുക്കുന്ന മുടിയിൽ ഒരെണ്ണം പോലും നരച്ചിട്ടില്ല. മുടിയുടെ ഏറ്ററ്റത്തായി ഒരു ചെറിയ കെട്ടിയിട്ടിട്ടുണ്ട്. തലയിൽ കുത്തിവെച്ച തുളസിക്കതിര് വാടിയിട്ടുണ്ട്. കണ്ണ് കറുപ്പ് കരി കണ്ട് എഴുതിയത് ആ കൃഷ്ണമണി നിറവുമായി യോജിക്കാത്തത് അസുഖപ്രദമായി എനിക്ക് തോന്നി. പിന്നെ കാലിലൊരു ചെറിയ സ്വർണ്ണക്കമ്മലും ഓറഞ്ച് നിറമുള്ളൊരു ബ്ലൗസും മങ്ങിയ വെള്ള സാരിയാണ് വേഷം. ബ്ലൗസ് തീരുന്നെടുത്തുന്ന സാരിയുടെ അരക്കെട്ട് തുടങ്ങുന്നതിനിടയിൽ ഒരു 1/2 ഇഞ്ചോളം മാത്രം ചെറുതായിട്ട് വയറ് കാണാം. സാരിയേക്കാൾ വെളുപ്പ് അവരുടെ വയറിനാണെന്ന് തോന്നും. അവിടെ നിന്നെ നോട്ടം അവരുടെ കയ്യിലേക്ക് മാറ്റി. തലയ്ക്കുള്ളിലൂടെ ചെറുതായി പച്ച നിറത്തിലുള്ള ഞരമ്പുകൾ വരെ കാണാം. ഇറുക്കിയിരിക്കുന്ന ബ്ലൗസിൻ്റെതൊക്കെ കൈ ചുമന്ന് കിടക്കുന്നുണ്ട്. ആവശ്യത്തിന് വണ്ണവും വട്ടമുഖവും സൗന്ദര്യമുള്ള ഈ സ്ത്രീയെ ഒരവസരം കിട്ടിയപ്പോൾ വിവാഹം കഴിച്ചതിന് അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്നൊരു നിമിഷം എനിക്ക് തോന്നിപ്പോയി. ഇനി ഇങ്ങനൊരു സ്ത്രീയെ വിവാഹം കഴിക്കാനാണോ ഇയാൾ എൻ്റെ അമ്മയെ കാണുന്നതെന്ന് തോന്നൽ എൻ്റെ ഉള്ളിൽ എന്തെന്നുള്ളതൊരു കോപം ജ്വലിപ്പിച്ചു. കാറ് മെല്ലെ ഇടത്തോട്ട് തിരിഞ്ഞ് പാടത്തിന് കുറുകെ കിടക്കുന്നൊരു വഴിയിലേക്ക് പ്രവേശിച്ചു. കുറച്ച് ദൂരം നീങ്ങിയപ്പോൾ പാടം തീർന്ന് തെങ്ങിൻ തോപ്പായി. വഴി പതുക്കെ ചെറുതായി ഒരു കവാടത്തിലൂടെ വണ്ടി നീങ്ങി. അതിൻ്റെ ചെങ്ങൽ തൂണിൽ പായൽ പിടിച്ചെടുക്കുന്ന ഒരു ഫലകത്തിലെ എഴുത്ത് ഞാൻ വായിച്ചു, ചിറ്റില്ലം. എൻ്റെ ശരീരത്തെ പേടിയാണോ ആകാംക്ഷയാണോ ജിജ്ഞാസയാണോ എന്നൊന്നും മനസ്സിലാവാത്തൊരു വികാരം കീഴടക്കി. എൻ്റെ ഉള്ളം കാലു മുതൽ നെറുക്കം തലവരെ ഒരു തരിപ്പ് തോന്നി. കവാടവും താണ്ടി വണ്ടി മുന്നോട്ട് നീങ്ങി. വഴിയുടെ ഇരു സൈഡിലായും വർഷങ്ങൾ കുറേ പഴക്കമുള്ള മാവുകളും നെല്ലിയും പ്ലാവും എല്ലാം ഞാൻ നോക്കിയിരുന്നു. എൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് പോലെ എനിക്ക് തോന്നി. കണ്ണുകൾ മങ്ങുന്നു. ഞാൻ മെല്ലനെ ശ്വാസം പിടിച്ചു വിട്ടു. അത് കണ്ടിട്ടാവാം അടുത്തുനിന്ന സ്ത്രീ അവരുടെ കൈ എൻ്റെ കൈകൾക്ക് മുകളിലേക്ക് വെച്ച് പേടിക്കണ്ടെന്ന് പറഞ്ഞത്.
അവരുടെ കയ്യിൽ അല്പം വിയർത്ത് നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. എങ്കിലും അവരുടെ ഉള്ളം കയ്യിലെ ചൂട് എനിക്കൊരു ആശ്വാസമായി എന്ന് തന്നെ പറയാം. വണ്ടി ഒരു വളവ് കൂടി മറികടന്നപ്പോൾ ദൂരെ നിന്നും ചിറ്റലും തറവാട് കണ്ടു തുടങ്ങി. അമ്മ പറഞ്ഞു തന്നത് വെച്ച് എൻ്റെ മനസ്സിൽ തറവാടിനൊരു രൂപമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ മനസ്സിൽ കരുതിയതിലും വളരെ വലുതായിരുന്നു ചിറ്റലം തറവാട്. വണ്ടി വന്ന് വീടിന് മുന്നിൽ നിന്നു. വീടിന് മുന്നിൽ വലത്തെ ഭാഗത്തൊരു പശുത്തൊഴുത്തുണ്ട്. അവിടെ ഒരു പശുവും അതിൻ്റെ കാലിനിടയിൽ ഒരു കന്നുകുട്ടി നിൽക്കുന്നത് ഞാൻ നോക്കി. തൊഴുത്തിനരികിലായി വലിയൊരു മരത്തിൻ്റെ പകുതിയോളം വരെ കച്ചി കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു. വലിയ മുറ്റത്തിൻ്റെ അറ്റത്തായി ഉണക്കാൻ വെച്ചേക്കുന്ന പുഴുങ്ങിയ നെല്ല് ഒരു ഓലപ്പരമ്പിൽ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം. നടുമുറ്റത്ത് ഒരു തുളസിത്തറയും അതിൽ നിന്നും കല്ലുകൾ നിരത്തിയൊരു വഴി നേരെ പടിപ്പുരയിലേക്ക് നീണ്ടു നിന്നു. പടിപ്പുര ഞങ്ങൾ കാറിന് വന്ന വഴിയിൽ നിന്നും അല്പയിടത്തോട്ട് മാറിയ അതിന് മുകളിലായി ഒരു ചെറിയ മുറിയുണ്ട്. അവിടെ പണ്ട് തോട്ടക്കാരൻ വാസുവായിരുന്നു അമ്മ പറഞ്ഞ കഥകളിൽ താമസിച്ചിരുന്നത്. വീടിൻ്റെ മുറ്റത്തെ ഒരു സുന്ദരി പെൺകൊച്ചു നിന്ന് മുറ്റടിക്കുന്നുണ്ട്. വണ്ടി വന്നു നിന്നപ്പോൾ കൈയിരിക്കുന്ന ചൂല ആൾക്ക് പുറകോട്ടായി മറച്ചു പിടിച്ചു. വെള്ളപ്പാവാടയും ബ്ലൗസും അതിന് മേലെ കൂടി ഒരു ചുവന്ന ഹാഫ് സാരിയുമായിരുന്നു അവളുടെ വേഷം. കാലിലാടിയ റബ്ബർ ചെരുപ്പും. അച്ഛൻ്റെ വീട്ടിൽ പലരുടെയും മനസ്സ് കറുത്തിട്ടാണെങ്കിലും എല്ലാവർക്കും നല്ല തൊലിനിറാണെന്ന് അമ്മ പറയാറുള്ളത് ഞാൻ അപ്പോൾ ഒന്ന് ഓർത്തു. ഈ പെണ്ണിനും എന്തൊരു നിറ! ആ സാരിയുടെ തുമ്പ് അരയ്ക്ക് ചുറ്റും വട്ടെടുത്ത് കുറ്റി നിൽക്കുന്ന ആളെ നോക്കിയിരുന്ന എൻ്റെ തോളിൽ അരികിലെൻ്റെ സ്ത്രീ കൊട്ടിയപ്പോഴാണ് എനിക്ക് സ്ഥലകാലബോധം വന്നത്. ഞാൻ കാറിൻ്റെ ഡോറ് തുറന്നപ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തിറങ്ങി കാറിൻ്റെ പുറകിൽ നിന്നും എൻ്റെ പെട്ടിയെടുത്ത് കൈ പിടിച്ചു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ അച്ഛൻ എന്നോട് പുറകെ വരാൻ കൈകാട്ടി മുന്നോട്ട് നടന്നു. എന്താ മുരളിയേട്ടാ ഇത്ര വൈകിയേ? തിണ്ടപ്പടയിൽ നിന്നൊരു സ്ത്രീ അച്ഛന് നേരെ വെള്ളം നിറച്ചൊരു കിണ്ടി നീട്ടി ചോദിച്ചു. ദൂരം ചില്ലറയാണോ ശോഭനെ? വണ്ടി ഓടിത്തീരണ്ടേ? കയ്യിൽ നിന്നും കിണ്ടി വാങ്ങുന്നതിനിടയിൽ അച്ഛൻ പറഞ്ഞു. അല്ലെങ്കിലും ഇവൾക്ക് കൊച്ചി എവിടെയാണെന്ന് വല്ലതും അറിയോ വല്യളിയ? പയ്യന്നൂർ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് കൊച്ചിയാണെന്നാണ് ഇവളുടെ വിചാരം. എനിക്ക് പുറകിലായി വന്ന ബാലക്കൊച്ചൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മുഖം ഇരുണ്ടു. അപ്പോൾ ആ സ്ത്രീയാണ് ശോഭന ചിറ്റ. കാഴ്ചയ്ക്ക് ശോഭനമാണെങ്കിലും ഈ ചിറ്റൊരു ചീറ്റപ്പുലിയാണെന്ന് അമ്മ പറഞ്ഞ് എനിക്കറിയാമായിരുന്നു. നീല ബ്ലൗസും വെള്ള സാരിയായിരുന്നു വേഷം. നെറ്റി വട്ടത്തിലൊരു ചുമപ്പ് പൊട്ടും കാതിൽ സ്വർണ്ണത്തിൻ്റെ നാത്തുകമ്മലും. അവരെന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ഞാനത് ശ്രദ്ധിക്കാത്തതുപോലെ നോട്ടം മാറ്റി. ഒരിക്കൽ പോലും ഓർമ്മ വെച്ചതിൽ പിന്നെ കണ്ടിട്ടില്ലാത്ത ഇവരോട് എനിക്ക് അമ്മയുടെ കഥകളിൽ നിന്നും ഉടലെടുത്ത വെറുപ്പ് മാത്രമായിരുന്നു. മുരളിയേറ്റൻ്റെ ചായയല്ലേ ശ്രീക്ക്? അതേതായാലും നന്നായി, ശോഭന ചിറ്റ ഒരു ചിരിയോടുകൂടി പറഞ്ഞപ്പോൾ ആ വാചകത്തിൻ്റെ മുൾമന എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. ഇതൊക്കെ എത്ര നാൾ എൻ്റെ അമ്മ സഹിച്ചു കാണുമെന്ന് ഞാൻ ഓർത്തു. അച്ഛൻ എൻ്റെ കയ്യിൽ നൽകി കിണ്ടിയിൽ നിന്നും കാല് കഴുകി ഞാൻ ആ പടി ചവിട്ടി കയറി. ഒരു 2 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മയുടെ എളിയിലിരുന്നിറങ്ങി ചിറ്റില്ലതിൻ്റെ പടി നീണ്ട 18 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും കയറുന്നു. ഇതൊക്കെ അമ്മ കാണുന്നുണ്ടാവുമോ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെയെങ്കിൽ എൻ്റെ കലാസ്വസ്ഥത അമ്മയ്ക്കാവും. ഇപ്പോൾ വീടിൻ്റെ വരാന്തയ്ക്ക് ചുറ്റും തടി കൊണ്ട് പണിത ചാരുബെഞ്ചുകളുണ്ടായിരുന്നു. അതിൻ്റെ ഒരറ്റത്തായി ഒരു കൊച്ചു പെൺകുട്ടി എൻ്റെ പുസ്തകം വായിക്കുന്നുണ്ട്. എൻ്റെ മുഖത്തേക്ക് അവളൊന്ന് നോക്കി. മറുപടിയായി ഞാനൊരു ചിരി ചലിച്ചുപോയി. അവൾ മുൻവാതിലേക്ക് നോക്കി ചാടി എഴുന്നേറ്റു. അത് കണ്ട് ഞാനും മുൻവാതിലേക്ക് നോക്കി. കട്ടിലപ്പടിയിൽ ഒരു ചെറിയ രൂപം പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് പരിചയപ്പെടുത്താനൊന്നും ആവശ്യമില്ല. ചിത്രത്തിലെ ചുടലക്ഷി, എൻ്റെ അച്ചമ്മ. വെളുത്ത ബ്ലൗസും വെള്ളിയിൽ സ്വർണ്ണം. അങ്ങനെ മൂക്കിൽ സ്വർണത്തിൻ്റെ മുക്കുത്തിയും കാതുകളിലെ കമ്മലത്തിൻ്റെ ഭാരമൊക്കെ കാരണം ചെവി അല്പം താഴേക്ക് തൂങ്ങിയിട്ടുണ്ട്. കഴുത്തിൽ വലിയൊരു സ്വർണ്ണമാല. വലുതെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുവിരലിൻ്റെ വണ്ണം വരും അതിനെന്ന് തോന്നി. അതിൻ്റെ ഭാരം കണ്ടാണോ അച്ഛമ്മ അല്പം മുൻപോട്ട് വളഞ്ഞു പോയെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അച്ഛമ്മ കൈ നീട്ടി വിളിച്ചപ്പോൾ അടുത്തേക്ക് ചെല്ലാൻ അച്ഛൻ എൻ്റെ തോളിൽ തട്ടി ആംഗ്യം കാണിച്ചു. ഞാൻ അടുത്ത് ചെന്നപ്പോൾ എൻ്റെ കവിളിൽ കൈവച്ച അച്ഛമ്മ പറഞ്ഞു, ഇവനെയല്ലേ ഇത്രയും ഞാൻ നമ്മളൊന്നും കാണിക്കാതെ അവൾ ഒളിപ്പിച്ച് വെച്ച് വളർത്തിയത്? ഞാനൊന്ന് കണ്ണിറച്ച് കാണട്ടെ എൻ്റെ കുട്ടിയെ.
എൻ്റെ മനസ്സിൽ കിളവി ഒറ്റ തൊഴിക്ക് ഫുട്ബോൾ പോലെ അടിച്ച് മച്ചുമുറത്ത് കയറ്റാനുള്ള കോപം ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഞാൻ നിന്നു. ഇനി കൊച്ചുമോൻ കൂടെ തന്നെ ഉണ്ടല്ലോ, അമ്മയ്ക്ക് കണ്ണിറച്ച് കാണാം. അച്ചമ്മയുടെ പുറകെ വന്ന സ്ത്രീയാണ് അത് പറഞ്ഞത്. ഈ സ്ത്രീയായിരിക്കും സന്ധ്യ വല്യമ്മ എന്ന കഥാപാത്രം എനിക്ക് തോന്നി. അച്ഛൻ്റെ മൂത്ത പെങ്ങളാ കക്ഷി. അമ്മ ഇവരെ നരകം കലക്കിയെന്നായിരുന്നു വിളിച്ചിരുന്നത്. സന്ധ്യ വല്യമ്മയുടെയും മുടിയെല്ലാം തന്നെ നരച്ചിരുന്നു. അമ്മു, കൊച്ചേ, നീ ചെറിയച്ഛനെ കൊണ്ടുപോയി മുരളിയുടെ മുറിയുടെ അടുത്തുള്ള മുറി കാണിച്ചു കൊടുക്ക്. സന്ധ്യ വല്യമ്മ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കൊച്ചിനെ നോക്കി പറഞ്ഞു. അമ്മമ്മേ, ഞാൻ പഠിക്കുന്ന കണ്ടില്ലേ, മീനാക്ഷി ചേച്ചിയോട് പറയുമോ മുറി കാണിച്ചു കൊടുക്കാൻ? അവൾ അത് പറഞ്ഞ് നീരസം പ്രകടിപ്പിച്ചുവെങ്കിലും വല്യമ്മയുടെ രൂക്ഷമായ നോട്ടം കണ്ടപ്പോൾ എഴുന്നേറ്റ് അകത്തേക്ക് നീങ്ങി. ഞാനും അച്ഛമ്മയുടെയും വല്യമ്മയുടെയും അരികിലൂടെ ആ പടിവാതിനുള്ളിൽ കിടന്നു. ചെറിയൊരു നടപാതയ്ക്ക് ഇരുവശവും കെട്ടിയത് വലിയ 2 ഇരിപ്പിടം. ഇടത്ത വശത്തുള്ള ഇരിപ്പിടത്തിൽ ഒരു പായും അതിലൊരു വീണയും ഞാൻ കണ്ടു. ഞാൻ മുന്നോട്ട് ആ കൊച്ചുകുട്ടിയുടെ പുറകെ നീങ്ങി. മുന്നിലായി ഒരു 4 കെട്ടും അതിൽ കാൽമുട്ടോളം ഉയരത്തിൽ വെള്ളവുമുണ്ട്. 1-2 ആമ്പൽ മുട്ടുകൾ അതിൽ വിടറായി നിൽപ്പുണ്ട്. 4 കെട്ടിൻ്റെ അതിരിലൂടെ നടന്ന് ഞങ്ങൾ മുന്നിൽ കണ്ടൊരു വാതിലിനുള്ളിൽ ചെന്നു. അതൊരു ചെറിയ മുറിയായിരുന്നു. അതിൻ്റെ ഒരു വശത്ത് ഒരു മേശയിൽ പഴയൊരു ലാൻഡ് ഫോണും മറുവശത്ത് തടി കൊണ്ട് നിർമ്മിച്ചൊരു കോണിയുമായിരുന്നു. അമ്മു ആ കോണി കയറി മുന്നോട്ട് നീങ്ങി. ഞാനും പുറകെ. മുകളിൽ ചെന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ 4 കെട്ടിലെ വെള്ളം തടികൾ കൊണ്ടുള്ള അഴികൾക്കിടയിലൂടെ കാണാം. നടത്തു നിർത്തി എന്നെ തിരിഞ്ഞു നോക്കി അമ്മുവിനോട് ഞാൻ ചോദിച്ചു, മോളേത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്. അതറിഞ്ഞിട്ട് ഇയാൾക്കിപ്പോൾ എന്തിനാ കാഴ്ചയുണ്ട് നിൽക്കാതൊന്ന് വേഗം വരുമോ? അവളുടെ ആ ചോദ്യത്തിൽ ഞാൻ ആകെ ചമ്മന്തിയായിപ്പോയി. അവൾ നടന്നു ചെന്ന് ഒരു മുറിയുടെ മുന്നിൽ നിന്നു. അതിൻ്റെ കതകുകൾ അവൾ തുറന്നപ്പോൾ ഇടവഴിയിലേക്ക് പകൽ വെളിച്ചം വന്നു വീണു. ഞാൻ അതിൽ പ്രവേശിച്ചു. ഒരു ചെറിയ മുറി. എത്ര വലിയ തറവാട്ടിൽ കുറച്ചുകൂടി വലുപ്പത്തിൽ മുറി ഉണ്ടാക്കിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. ഡോറിന് നേരെ എതിരുള്ള ഭിത്തിയിൽ ഒരു ഇളം നീല ജനാലയുണ്ട്. അതിൻ്റെ പാളികൾ തുറന്നു കിടക്കുന്നുണ്ട്. അതിലൊരു മെത്തയും അതിന് താഴെയായിട്ടൊരു കയർക്കട്ടിലും അതിലൊരു മെത്തയും അതിൻ്റെ എതിർവശത്തായി ഒരു തടിമേശ. ഞാൻ ആ മേശയിൽ എൻ്റെ പെട്ടി വെച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മ വാതിക്കൽ തന്നെ നിൽപ്പുണ്ട്. അതെ, കുറച്ച് വെള്ളം കിട്ടുമോ? ഞാൻ അവളോട് മെല്ലെ ചോദിച്ചു. ഞാൻ പഠിക്കാതെ ഇയാൾക്ക് വെള്ളം എടുത്തു നടന്ന മീന ചേച്ചി ഒന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഇയാളുടെ ചെവിയാലല്ലോ എൻ്റെ ചെവിയല്ല തിരുമ്പി പോകുന്നതെന്ന്. തന്നെ പോയെടുത്തും കുടിച്ചാൽ മതി. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. അടയ്ക്ക ഗുരുവിൻ്റെ അത്രയേ ഉള്ളൂവെങ്കിലും പമ്പ നദിയുടെ അത്ര നീളമുള്ള നാവ. അപ്പോൾ ഇതാണ് അമ്മ പറഞ്ഞ ചിറ്റില്ല. തറവാട്ടിലെ സ്ത്രീഭരണമല്ലേ എന്ന് ഞാൻ മനസ്സിലോർത്തു. ഞാൻ തുണിയൊക്കെ മാറി ഒരു നീല കൈലിമുണ്ടും കറുപ്പ് ബനിയനെടുത്ത് ധരിച്ച് കട്ടിക്കിടക്കുമ്പോഴാണ് വാതിലൊരു മുട്ട് കേട്ടത്. ആരാവോന്ന് വിചാരിച്ച് ഞാൻ പോയി കതക് തുറന്നപ്പോൾ കുറച്ച് മുൻപ് മുറ്റം അടിച്ചുകൊണ്ടിരുന്ന സുന്ദരി. അവൾ എനിക്ക് നേരെ മൊന്തയും പിച്ചള ഗ്ലാസും നീട്ടി. അവളുടെ നെറ്റിയിൽ ചെറിയൊരു വെള്ളിപ്പൊട്ടിട്ടുണ്ട്. അവൾ ചെറിയ വാലിട്ട് കണ്ണെഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖത്ത് നോക്കാതെ ചോദിച്ചു, വെള്ളം മേശയെ വെക്കട്ടെ? ഞാൻ വാതിലിന് മുന്നിൽ നിന്ന് മാറിക്കൊടുത്തപ്പോൾ അവൾ ധൃതിയും മേശപ്പുറത്ത് മൊന്തയും ഗ്ലാസും കുടിഞ്ഞു വെച്ചു. അല്ലെങ്കിൽ ഒട്ടിക്കിടന്ന അവളുടെ വയറ് കുഞ്ഞപ്പോൾ ചുടു വീട്ടി പുറത്തോട്ട് അല്പം തള്ളി വന്നത് ഞാൻ നോക്കി നിന്നു. അവൾ തിരിഞ്ഞു കിടന്നപ്പോൾ ആ താഴെ വരെ നീണ്ടിടക്കുന്ന മുടി അവളുടെ അതിനെ മാറി മാറി ഇതാക്കുന്നത് ആടിയിൽ നിന്നൊക്കെ നല്ല വട്ടിവത്ത മേനി എന്നൊക്കെ പറഞ്ഞ ഇതാണല്ലേ, ഒരു ക്ലാസ് രൂപം. അവൾ നടന്നകന്നപ്പോൾ ഞാൻ വീണ്ടും റൂമിൽ കയറി കതകടച്ച് ജനലിൽ അടിക്കിലായി ഇരിപ്പുറപ്പിച്ചു. ജനൽ നേരെ ഒരു ഇരുനില വീടും അതിന് ചുറ്റും കാണുക. അത് ആരുടെങ്കിലും വീടാവുമോ? ഇതുവരെ കേട്ടറിവ് മാത്രമുള്ള കുറേ ആളുകളെയും കേട്ടിട്ടില്ലാത്ത കുറച്ച് പേരെയും ഇന്ന് ഞാൻ കണ്ടു. ഏതായാലും നോക്കി ശ്രദ്ധിച്ച് നിൽക്കണം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബോൾഡായിട്ടുള്ള ആളായിരുന്നു എൻ്റെ അമ്മ. ആ അമ്മ ഇവിടെ നിന്നും ഓടി ഒളിക്കണമെങ്കിൽ ഇവരാരും ചില്ലറക്കാരല്ല എന്ന് ഉറപ്പ്. പക്ഷേ എൻ്റെ ധൈര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തിരിച്ചെൻ്റെ കൊച്ചിയിലെ വീട്ടിലേക്ക് പോകാം എന്നതാ. അമ്മാച്ചൻ്റെയും അമ്മമ്മയുടെയും ഒറ്റ മകളായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ കാലശേഷം കുറച്ച് വസ്തുവകൾ കിട്ടിയിട്ടുണ്ട്. കൊച്ചിയിലൊരു വീടുണ്ട്.
അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാലും സുഖമായിട്ട് ജീവിക്കേണ്ട ചിന്ത എനിക്ക് ധൈര്യം തന്നു. ഇവിടെ എല്ലാവർക്കും എന്നോട് വെറുപ്പാണോ എന്നറിയില്ല, കുറച്ച് പേർക്കെങ്കിലും വെറുപ്പ് കാണും എന്ന് തീർച്ച. അച്ഛന് വെറുപ്പ് കാണാൻ സാധ്യതയില്ല. അച്ഛനെന്ന് വിളിക്കപ്പെടാൻ അർഹനാണോ എന്നും ഞാൻ ചിന്തിച്ചു. ജന്മം തന്നൊരു കാര്യം മാത്രമാണോ ഒരു മനുഷ്യനെ അച്ഛനാക്കുന്നത്? അതൊരു വലിയ സ്ഥാനം തന്നെ അല്ലേ? അച്ഛൻ്റെ കൂടെപ്പിറപ്പുകൾക്ക് ഞാൻ വന്നതിൽ ഒട്ടും സന്തോഷം കാണത്തില്ല എന്നത് തീർച്ചയാണ്. അമ്മ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വിഹിതമായി കൊടുത്തതെല്ലാം മുടിപ്പിച്ചിട്ടാ അച്ഛനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതെന്ന്. എൻ്റെ വരവിൽ അവർക്ക് നല്ല പേടി കാണും. അച്ഛമ്മയ്ക്ക് ഞാൻ വന്നത് ഇഷ്ടമാണെന്നൊന്ന് മാത്രം എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. അച്ഛമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ കയറ്റാനുള്ള അലിവാരം കിട്ടില്ലായിരുന്നല്ലോ. അതോ ഇനി അമ്മയുടെ അടുത്ത് നിന്നും എന്നെ തിരിച്ചെടുത്ത് വിജയിക്കാനുള്ള മോഹമാണോ ഇതിന് കാരണം? അച്ഛൻ്റെ രണ്ടാം ഭാര്യയ്ക്ക് എൻ്റെ വരവ് ഇഷ്ടപ്പെടാൻ ഒരു ചാൻസും ഇല്ല. തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകനെ എങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുക? ആ കൊച്ചുകുട്ടിയും വെള്ളം കൊണ്ടുവന്ന സുന്ദരിയും എല്ലാം ആരായിരുന്നു? ഞാൻ ചിന്തയിൽ മുഴുകിയിരുന്നപ്പോഴാണ് കഥകൾ വീണ്ടും മുട്ടുകേട്ടത്. ഞാൻ പോയി തുറന്നപ്പോൾ അച്ഛൻ്റെ ഭാര്യ. അവരുടെ പേര് ഉഷ എന്നാ. എനിക്കറിയായിരുന്നു. ഉഷ വേഷം മാറിയെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഒരു കറുപ്പ് ബ്ലൗസും വെള്ള സാരിയാണ് ഇപ്പോൾ വേഷം. അവിടെ അതുമൊക്കെ ഉള്ളവരൊക്കെ വേഷമൊക്കെ മാറിയല്ലോ. തറവാട് മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്നെ പിടിച്ച് കട്ടിലിരുത്തി അടുത്തിരുന്നവർ ചോദിച്ചു. കുഴപ്പമില്ല എന്ന് ഞാൻ മറുപടി കൊടുത്തു. മോനിൻ്റോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് അവരുടെ കൈ എൻ്റെ തോളിലെടുത്ത് വെച്ചു. എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഞാനത് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. മോന് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. പെറ്റമ്മയോളം വരില്ല ആരുമെന്ന് എനിക്കറിയാം. പക്ഷേ മുരളിയേട്ടന് വേലി കഴിച്ചാൽ മുതൽ എൻ്റെ മനസ്സിൽ മകൻ തന്നെ ശ്രീ. ഉഷ അത് പറഞ്ഞത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്നറിയാതെ ഞാൻ നിശബ്ദനായിട്ടിരുന്നു. മോൻ്റെ അമ്മ ഇവിടെ 4 വർഷം സഹിച്ചത് കഴിഞ്ഞ 10 വർഷം സഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയാം കേട്ടോ, അവർ തുടർന്നു. ഞാൻ അതിനൊന്ന് മൂളുക മാത്രം മറുപടിയായി ചെയ്തത്. ആട്ടെ, എല്ലാവരും ആരൊക്കെയാണെന്ന് മോന് മനസ്സിലായോ? ഉഷ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല. ഇന്ന് നമ്മൾ വന്നപ്പോൾ വണ്ടി ഓടിച്ചത് ബാലൻ, അച്ഛൻ്റെ അനിയത്തി ശോഭനയുടെ ഭർത്താവ്. അവർക്ക് മക്കളില്ല. ഒരു പെൺകുട്ടി ഉണ്ടായി 1 വർഷത്തിനുള്ളിൽ തന്നെ മരിച്ചുപോയി. ഹൃദയത്തിലെന്തോ ഓട്ടയോ മറ്റോ ജനിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു അത്രേ. കുറേ മരുന്നും മന്ത്രമൊക്കെ നടത്തി നോക്കിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. അച്ഛമ്മയുടെ പുറകിൽ നിന്നതാണ് സന്ധ്യേട്ടത്തി, മുരളിയേട്ടൻ്റെ മൂത്ത സഹോദരി. അവരുടെ ഭർത്താവാണ് രാജൻ. പുള്ളിയ നിൻ്റെ അച്ഛൻ്റെ റൈസ് മില്ലിപ്പോൾ നോക്കി നടത്തുന്നത്. സന്ധ്യേട്ടത്തിക്ക് 2 പെൺമക്കളാണ്. അവർ 2 പേരെയും കല്യാണം കഴിഞ്ഞു. അതിൽ ഇളയാളും ഭർത്താവും ബോംബെ ജോലിയില്ല. മൂത്ത ആളെ കെട്ടിച്ചത് ഇവിടെ അടുത്ത് തന്നെയാണ്. അവരുടെ മോളാണ് മോനെ മുറി കാണിക്കാൻ വന്ന ചെറിയ കുഞ്ഞ്. പിന്നെ ആ മിറ്റടിച്ചുകൊണ്ട് നിന്നതാ മീനാക്ഷി. അത് പറയുമ്പോൾ പക്ഷെ ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. അതൊരു ആക്കിച്ചിരിയാണെന്ന് ഉറപ്പ്. ഞാൻ ആ പെണ്ണിനെ വണ്ടിയിലിരുന്ന് വായും വിളിച്ച് നോക്കിയത് ഇവർ കണ്ടു കാണും. പക്ഷെ സംസാരം തുടർന്നു. മീനാക്ഷിയുടെ അമ്മ നിൻ്റെ അച്ഛൻ്റെ വകയിലെ പെങ്ങളാ, അതായത് അച്ഛമ്മയുടെ അനിയൻ്റെ മകൾ. പേര് ലളിത. അവരുടെ ഭർത്താവ് മരത്തിൽ നിന്ന് വീണ് മരിച്ചു. ലളിതയ്ക്ക് സംസാരിക്കാനും കേൾക്കാനും കഴിവില്ല. അവരും ഊമയാണ്. ഭർത്താവ് മരിച്ചപ്പോൾ ലളിതയെ നിൻ്റെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നു. പെങ്ങളായാണ് കൊണ്ടുവന്നതെങ്കിലും അവരെ പിടിച്ച് സന്ധ്യേട്ടത്തെ ശോഭനയും പതുക്കെ അടുക്കള ജോലിക്കാരിയാക്കി. ലളിതയ്ക്ക് 2 മക്കളാണ്. മൂത്തത് മീനാക്ഷിയും ഇളയത് മീരയും. 2 നല്ല മിടുക്കി കുട്ടികൾ. മീനാക്ഷിക്ക് ഇപ്പോൾ 20, മീരയ്ക്ക് 18. മോന് കുളിക്കാനുള്ള വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എൻ്റെയും മുരളിയേട്ടൻ്റെയും മുറിയിൽ റൂമിനോട് ചേർന്നിട്ട് ബാത്റൂമുണ്ട്. മോൻ അവിടെ കുളിച്ചോ? വെള്ളം ഞാൻ അവിടെ വെച്ചേക്കാമെന്നും പറഞ്ഞ് ഒരു ചിരി കൂടി നൽകി അവരെഴുന്നേറ്റു. അവർ തിരിഞ്ഞു കിടന്നപ്പോൾ എൻ്റെ കണ്ണ് ആദ്യം പോയത് പുറമേ ആയിരുന്നു. അതിൻ്റെ ആകൃതി അതിപ്പോൾ നല്ലവണ്ണം എനിക്ക് കാണുകയും ചെയ്യാം. ഒരു 2 ആപ്പിളിന് കുറുക്കൊരു വര വരച്ചതുപോലെ എനിക്ക് തോന്നി അവർ നടക്കുമ്പോൾ. കാലുവെപ്പിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നതും കൂടെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എത്രയും വാത്സല്യത്തോടെ എന്നോട് സംസാരിച്ച സ്ത്രീയുടെ അത് നോക്കിയിരിക്കുന്നത് ഓർത്തപ്പോൾ എന്നാൽ ചെറിയ കുറ്റബോധം തോന്നാതിരുന്നില്ല. ഉഷ പറഞ്ഞതുപോലെ ഞാൻ കുളിമുറിയൊക്കെ തേടി ഇറങ്ങിയപ്പോഴാണ് ഇടവഴിയുടെ ഒരറ്റത്തു നിന്നും
വലിയൊരു ചെരുവ് വെള്ളവും താങ്ങി പിടിച്ചു വരുന്ന ഉഷയെ കണ്ടത്. അവരത് ബുദ്ധിമുട്ടി ചുമക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി. ഞാൻ എടുക്കാം, എനിക്ക് തായോ എന്ന് പറഞ്ഞ് നോക്കിയെങ്കിലും വാതിലത്ത് തുറക്കും പോലെ എന്ന് മാത്രം ഉഷ മാറുന്നത്. ഞാൻ ഉഷ കാണിച്ച മുദ്രയുടെ വാതിലും അതിൻ്റെ ഒരു അരികിലേക്ക് കണ്ട ബാത്റൂമിൻ്റെ വാതിലും തുറന്നു കൊടുത്ത് അകത്തേക്ക് കയറി. ഉഷ എനിക്ക് മുന്നിലേക്ക് കുഴിഞ്ഞ് ആ ചെരുവ നിലത്ത് വെച്ചപ്പോൾ അവരെ ഉരുണ്ടിന് തമ്മിൽ കൂടി ചേർന്ന് തിങ്ങി നിൽക്കുന്നത് ഒരു ചെറിയ ഇഞ്ചോളം ഞാൻ കണ്ടു. എൻ്റെ കാലുകൾക്കിടയിൽ ചെറിയൊരു അനക്കൊക്കെ തോന്നി. ഞാൻ അപ്പത്തന്നെ നോട്ടം മാറ്റി. ഉഷ ചരിവന്നിനത്ത് വെച്ച് തോളിക്കിടന്ന് തോർത്ത് എനിക്ക് നൽകി ഇറങ്ങിപ്പോയി. ഞാൻ നല്ലൊരു കുളിയും പാസ്സാക്കി. കുളിയൊക്കെ കഴിഞ്ഞ് സിഗരറ്റ് വലിക്കുന്നൊരു പതിവ് തുടങ്ങിയിരുന്നു. അതിന് പറ്റിയൊരു സ്ഥലം തപ്പി കണ്ടുപിടിക്കാൻ താഴേക്ക് ഞാൻ കോണിപ്പടി ഇറങ്ങി വന്ന് ലാൻഡ് ഫോൺ ഇരിക്കുന്ന ചെറിയ മുറിയിലെത്തി. നേരത്തെ അകത്തോട്ട് അമ്മ കൊണ്ടുവന്ന വാതിലിനെതിരെയുള്ള വാതിൽ കടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വീണ്ടും ഒരു 4 കെട്ട് കണ്ടു. അതിൻ്റെ നടുക്ക് വെള്ളവും മാമലും ഒന്നുമില്ല. അതിൻ്റെ വക്കിലായി ഉള്ളൊരു പടിയിലിരുന്ന് മെലിഞ്ഞൊരു സ്ത്രീ തേങ്ങ ചിരയുന്നുണ്ടായിരുന്നു. അവർ എന്നെ ഒന്ന് നോക്കിയെങ്കിലും ഒന്നും മിണ്ടിയില്ല. ജഡനാര ബാധിച്ചെങ്കിലും ആയ കാലത്ത് ഒരു സുന്ദരിയായിരിക്കണമെന്ന് ആ മുഖഭംഗി കണ്ടപ്പോൾ ഞാൻ ഓർത്തു. ആ 4 കെട്ട് കിടന്ന് ഞാൻ വീണ്ടും മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇരുവശത്തും റൂമിൻ്റെ ആണെന്ന് തോന്നുന്ന ഓരോരോ കഥകൾ കണ്ട് അവ അടഞ്ഞു കിടന്നിരുന്നു. ഞാൻ ആ ഇടപ്പാതയിലൂടെ തന്നെ അങ്ങനെ മുന്നോട്ട് നടന്നു. മുന്നിലുള്ള ഒരു വലിയ മുറിയിൽ നിന്നും ആൾ പെരുമാറ്റം കേൾക്കാൻ തുടങ്ങി. അത് അടുക്കളയോട് ചേർന്ന് മുറിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഒരു സൈഡിലായി പുറത്തേക്കുള്ളൊരു വാതിലും അതിലൂടെ 2 പേർക്ക് കൈപിടിച്ചെടുക്കാനുള്ള വിരിക്ക് വെട്ടുകല്ലുകൾ പാക്കി ഓടിട്ട് മേൽക്കൂരയുള്ളൊരു നടപ്പാതയും ഞാൻ കണ്ടു. മറ സൈഡിലായി ഒരു തടി സ്റ്റൂളിലിരുന്ന് പച്ചക്കറി ഇരുന്ന് ഉഷയും അവർക്കരികിലിരുന്ന് വെളുത്തുള്ളി പൊളിച്ചെടുക്കുന്ന മീനാക്ഷിയും. എന്താ മോനെ, വിശക്കാൻ തുടങ്ങിയോ എന്ന് ഉഷ ചോദിച്ചു. ഇല്ല, റൂമിൽ തന്നെ എങ്ങനെ ഇരിക്കുക, പുറത്തേക്കൊന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. ഞാൻ മുഖത്തൊരു പുഞ്ചിരി വരുത്തി പറഞ്ഞു. മറുപടിയായി അവരും ഒന്ന് ചിരിച്ചു. ഞാൻ വീടിന് പുറത്തേക്ക് ആ നടപ്പാതയിലൂടെ നടന്നിറങ്ങി. മേൽക്കൂരയും നടപ്പാതയും നേരെ കുളക്കടവിലേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നടപ്പാതയുടെ പടികളിറങ്ങി നിലത്തിനൊപ്പം എത്തിയപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് നടപ്പാതയുടെ പുറത്തിറങ്ങി. ഒരടിയോളം ഉയരത്തിൽ പുല്ലുമൂടി നിൽക്കുന്ന നിലത്ത് കൂടി ഞാൻ തറവാടിനെ വലം വെച്ച് മുന്നോട്ട് നീങ്ങി. വീടിന് പിന്നിലെത്തിയപ്പോൾ അവിടെയുള്ള ആ പുകക്കുഴിയിൽ നിന്നും ധൂമം ഉയരുന്നത് കണ്ടു. അത് അടുക്കളയാകുമെന്ന് ഞാൻ ഉറപ്പിച്ച് മുന്നോട്ട് നീണ്ടു വീണ്ടും നിലത്ത് നോക്കി നടന്നു. നിലത്ത് ഇടയ്ക്ക് പരത്തിക്കിടക്കുന്ന തൊട്ടാവാടിയും ചൊറീനവും ഒഴിവാക്കി ഞാൻ നീങ്ങിയപ്പോൾ അടുക്കളയ്ക്ക് വലത്തായിട്ട് കൊത്തുപടിയുള്ള തടിക്കഷ്ണങ്ങൾ വേടി നിൽക്കുന്നൊരു വലിയ മുറി കണ്ടു. തടുത്തോടുകൾക്കിടയിലൂടെ അവിടെ വലിയ കുറേ ഡെസ്കും ബെഞ്ചുകളും കണ്ടപ്പോൾ അത് ഊട്ടുമുറിയാണെന്ന് എനിക്ക് തോന്നി. അതിനെതിരായി ഇരുവശങ്ങളിലും പായൽ പിടിച്ച് മണ്ണുമതിലുകൾക്കിടയിലൂടെ ഒരു ഞെരുങ്ങിയ വഴി കണ്ടു. ഞാൻ അതിലൂടെ അല്പം നടന്ന് ഒരു മാവിൻ്റെ ചുവട്ടിൽ ഇരിപ്പുറപ്പിച്ച് ചുറ്റും നിരീക്ഷിച്ചു. ഒരു ദിശയിൽ നിന്നും ഇവിടേക്ക് മരങ്ങളുടെ മറവ് കാരണം നോട്ടം വരില്ലെന്നുറപ്പിച്ച് ഞാൻ അരക്കെട്ടിൽ നിന്നും സിഗരറ്റ് പാക്കറ്റും തീപ്പെട്ടി എടുത്തപ്പോഴാണ് കുറച്ചകലിൽ നിന്നും ആരോ വരുന്ന പോലെ തോന്നിയത്. ഞാൻ വികൃതിയിൽ അതൊക്കെ അരയിലേക്ക് തിരികെ ശബ്ദം കേട്ട ദിശയിലേക്ക് കണ്ണു നീട്ടിരുന്നു. ഇവിടെയുള്ള മാരണങ്ങളൊന്നും പോരാഞ്ഞിട്ടാണ് പുതിയൊരു അവതാരത്തെ കൂടി കൊണ്ടുവന്നേക്കുന്നത്. ആര് വന്നാലും പോലും ഇവിടെ ബാക്കിയുള്ളവൻ്റെ സമാധാനമില്ലല്ലോ ദേവിയെ. എന്നെക്കുറിച്ചാണല്ലോ പറയുന്നതെന്നോർത്ത് ഞാൻ അഖിലനാഥത്തിൻ്റെ ഉടമയെ കാണാൻ കണ്ണു നട്ടിരുന്നു. അധികം വൈകാതെ തന്നെ വലത്തെ കയ്യിലൊരു വലിയ കമ്പം ഇടത്തെ കൈ കൊണ്ട് കാൽപാത വരെ നീണ്ടെടുക്കുന്ന പാവടയെ അല്പം ഉയർത്തിപ്പിടിച്ചൊരു പെൺകുട്ടി ഇടപാതയിലൂടെ നടന്നു വന്നു. ഒറ്റ നോട്ടത്തിനാൽ മീനാക്ഷിയാണെന്ന് തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ അത് മറ്റാരോ ആണെന്ന് മനസ്സിലായി. മന്ദഭാരതൻ അവളുടെ അഴിച്ചിട്ടിരിക്കുന്ന മുടികളെ ആളുടെ മുഖത്തിന് എത്ര എടുത്തെറിഞ്ഞുകൊണ്ടിരുന്നു. ആൾ വലിയ കമ്പ പിടിച്ച കൈയുടെ പിൻഭാഗം ഉപയോഗിച്ച് മുഖത്തു നിന്നും ആ മുടിയിടകളെ തട്ടി മാറ്റുവാൻ നല്ല പോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. മീനാക്ഷിയുടെ അത്ര തന്നെ നിറക്കെയുണ്ട്. ഗോതമ്പ് നള്ളിൻ്റെ നിറമാണോ അവൾക്ക്? അല്ല, ബട്ടർസ്കോച്ച് ഐസ്ക്രീമിൻ്റെ നിറാന്ന് ഞാൻ മനസ്സിലോർത്തു. അവളുടെ മുഖത്ത് ആരോടൊന്നില്ലാത്തൊരു അമർഷ ഉണ്ടായിരുന്നു. ആ മുഖഭാവം അവളുടെ ചുവന്ന കവളുകളുടെ നുണക്കുഴികൾ എടുത്തു കാട്ടി. കണ്ണുകൾ എഴുതാത്ത തന്നെ നല്ല നീളമുള്ള കൺമീനികളുള്ള അവളുടെ കണ്ണുകൾക്കുള്ളിൽ കരിവാർന്ന കൃഷ്ണമണികൾ ഓടിക്കളിച്ച് നടന്നു. അവളുടെ ചെവിയും അതിൽ കിടക്കുന്ന വെള്ളി നക്ഷത്രക്കമ്മലും ഞാൻ കണ്ണുകൊണ്ട് ഒപ്പിയെടുത്തു. ഒതുങ്ങി കൊത്തിയ ചെറിയ മൂക്കിന് താഴെ രക്തശ്രേഷ്ഠയായ ചെഞ്ചുണ്ടുകൾ,
അവളുടെ പിറുപിറുപ്പിനനുസരിച്ച് അടുക്കുകയും അകലുകയും ചെയ്യുന്ന ചുണ്ടുകൾക്കിടയിൽ നിന്നും മുല്ലമൊട്ട് പോലെയുള്ള വെളുത്ത പല്ലുകളുടെ കീഴ്ഭാഗം കാണാം. അവളുടെ താടിയലിൻ്റെ ആകൃതിയും എടുത്തു തന്നെ കാണാം. പാവാട എലാസ്റ്റിക് തുടങ്ങുന്നിടം വരെ ഇറുക്കളൊരു ബ്ലൗസും കാൽപ്പാറ വരെ നീല പാവാടയ അവളുടെ വേഷം. അവളെ പാവാട നിലത്തുരയാതെ ഒരല്പം ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ കാൽപ്പാദവും അതിലൊരു പാമ്പിനെ പോലെ ചുറ്റിക്കിടക്കുന്ന വെള്ളിക്കൊലുസും കാലിലെ റോസ് വള്ളിയുള്ള റബ്ബർ ചെരുപ്പ് നോക്കി ഞാൻ അവിടെ തന്നെ നിന്നു. ഒരു നിമിഷം കൊണ്ട് തന്നെ ഇതിൻ്റെ 20 വയസ്സായസം കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരി ഇവളാണെന്ന് ഉറപ്പിച്ചു. ഇവളുടെ അടുത്തെങ്കിലും ഭംഗിയുള്ള ആരെയും എനിക്ക് ഓർത്തെടുക്കാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ തൊട്ടടുത്ത് വരുന്നത് വരെ നേരെ നോക്കി പിറുപിറുത്ത് വരുന്ന അവൾ ഞാനിരിക്കുന്നത് കണ്ടില്ല. സൈഡിൽ നോക്കി എന്നെ കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. ആ ഞെട്ടലോടുകൂടി നമ്മുടെ കഥ ഇവിടെ തീരുക. നമ്മുടെ കഥ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് വരും കഥയെ കേൾക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വേഗം തന്നെ കാണാം. ബൈ.